ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഒന്ന് ഓർത്തോ, എന്റെ അഷിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. വസുമതി, വിടവളെ. നാത്തൂൻ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ അപ്പുറത്തൊക്കെ നോക്കി. ദാ അഷിത ഈ വീട്ടിൽ നിന്ന് പോയപ്പോ മനസ്സിനൊരു ഭാരം പോലെ. ആന്റി എന്തിനാ വിഷമിക്കുന്നേ? അഷിത നല്ലൊരു ലൈഫിലേക്കല്ലേ പോയിരിക്കുന്നേ, അതിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടേ? അതൊക്കെ ശരിയാ, പക്ഷേ ഇനി പഴയ പോലെ എനിക്ക് അവളെ കിട്ടില്ലല്ലോ. എന്റെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവണമെങ്കിൽ നിനക്ക് ഈ പ്രായമാവണം, അല്ലേ ഗിരിജെ? അതെ, നിങ്ങള് മക്കള് ജനിക്കുമ്പോ മുതല് അമ്മമാര് അവരുടെ ഓരോ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങളെ സ്നേഹിച്ചു വളർത്തും. എത്രയോ അമ്മമാര് നല്ല നല്ല ജോലിയും വിദ്യാഭ്യാസവും ഒക്കെ പാതി വഴിയിൽ കളയുന്നു. മറ്റെന്തിനേക്കാളും പ്രാധാന്യം അമ്മമാർക്ക് അവരുടെ മക്കളാണ്. അതൊക്കെ നിങ്ങളുടെ കാലഘട്ടത്തിലല്ലേ. ഇപ്പോഴത്തെ അമ്മമാരൊക്കെ കുറച്ചുകൂടെ പ്രാക്ടിക്കലാ. ആ, അവരവരുടെ കരിയറും കൂടെ നോക്കും. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച സ്വന്തം ലൈഫും കൂടെ ഇല്ലാതാകും. ഹാ, അങ്ങനെയൊന്നും വേണ്ടെന്നാ എന്റെ ഒരു അഭിപ്രായം. കേട്ടില്ലെന്നാത്തന്നെ അവള് പറയുന്നേ. അപ്പൊ നമ്മളൊക്കെ മണ്ടന്മാരാണെന്നർത്ഥം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കും അഷിക്കും ഞങ്ങളുടെ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ കിട്ടിയതുപോലുള്ള സ്നേഹവും കെയറും ഒന്നും ഇനി വരുന്ന കുട്ടികൾക്കൊന്നും കിട്ടില്ലെന്നാ. ഇതൊന്നും അല്ല, എന്റെ ടെൻഷൻ വേറെയാ. എന്താ ഗിരിജെ? മണ്ഡപത്തിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ കിളവനും കിളവിയും ഇനി നമ്മുടെ അഷിയോട് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും വഴക്കിന് ചെല്ലുമെന്ന് എന്റെ പേടി. എല്ലാത്തിനും കാരണം ആ ജയശ്രീയാ. അവള് മരിച്ച് മണ്ണടിഞ്ഞിട്ടും അവളുടെ ചീത്തപ്പേര് നമ്മളെ പിന്തുടരാ. അതെ, നമ്മുടെ കുടുംബത്തിന് കിട്ടിയ ശാപമാണ് ആ നാശം പിടിച്ചവള്. ആ ദേ വരുന്നു. നിന്റെ അമ്മയുടെ മഹത്വം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ച വേദന നേരിൽ കണ്ട് ആസ്വദിച്ചില്ലേ നീ? ഇപ്പൊ മനസ്സിലായോ ജയശ്രീ എന്ന് പറയുന്നവൾ എത്രമാത്രം വൃത്തികെട്ടവളായിരുന്നെന്ന്? വസുമതി, ദുർഗയെ വഴക്ക് പറയാൻ പുതിയ കാര്യം കിട്ടി നിങ്ങൾക്കല്ലേ? എന്റെ വസുമതി, ഇനിയെങ്കിലും കുറച്ചൊന്ന് ഒതുങ്ങ്. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ ഞങ്ങളായോ കുറ്റക്കാര്? ഇന്ന് അവിടെ നടന്ന കാര്യങ്ങൾ അമ്മയും കണ്ടതല്ലേ? അവരെന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ കള്ളോ എന്ന് നീ പറഞ്ഞാ മതിയോ? എന്റെ മോൾ ഏറ്റവും സന്തോഷിക്കേണ്ട സമയത്ത് ഇത്രയും വിഷമിച്ചത്. ഇതിനൊക്കെ നീ അനുഭവിക്കും. നിന്റെ തള്ള കാരണം ഞങ്ങൾക്കുണ്ടായ എല്ലാ നാണക്കേടിനും നിന്നെ കൊണ്ട് മറുപടി പറയിക്കും ഞാൻ. അതിന് ഇവൾക്ക് ആ തള്ളയുടെ അതേ തൊലിക്കട്ടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും പാറ പോലെ അവള് നിൽക്കുന്ന കണ്ടില്ലേ? നാശം. ഇവളെ ചാട്ടയ്ക്കടിക്കണം. അതൊക്കെ നിന്റെ ഇവളുടെ ഒക്കെ തോന്നലാ. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ദുർഗയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാ കാര്യത്തിലും ന്യായം പറയുന്ന ആളല്ലേ മുത്തശ്ശി? അതെ, ഇന്നുണ്ടായ കാര്യത്തിൽ മാത്രം ആ ന്യായം പറച്ചിലില്ലാതെ. എന്റെ അഞ്ജു, അമ്മയ്ക്ക് നമ്മൾ ആരെയും ഇഷ്ടമല്ല. ദുർഗയുടെ വക്കീലായിട്ടാ അമ്മ ഈ വീട്ടിൽ ജീവിക്കുന്നത്. സ്വന്തം കക്ഷികൾ എന്ത് തെറ്റ് ചെയ്താലും വക്കീലന്മാര് വാദിച്ച് രക്ഷിക്കുന്ന കണ്ടിട്ടില്ലേ? ഞാൻ ആരുടെയും വക്കീലൊന്നും അല്ല. ശരിയുടെ ഭാഗത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ജയശ്രീ അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് ദുർഗയെ ശിക്ഷിക്കേണ്ട കാര്യം എന്താ? സത്യം അറിയാതെയാ എല്ലാരും അമ്മയെ കുറ്റം പറയുന്ന. ഒരിക്കൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും. അന്ന് അമ്മയെ പഴി പറഞ്ഞവരും കുറ്റം പറഞ്ഞവരും എല്ലാം മാറ്റി പറയും. ജയശ്രീ ആയിരുന്നു ശരിയെന്ന് ഈ നാട് മുഴുവൻ പറയുന്നൊരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അതിനു വേണ്ടി വല്ല ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കും. അപ്പൊ പിന്നെ നിന്റെ തിരുമോദം ഞങ്ങൾക്ക് കാണണ്ടല്ലോ. അവളുടെ അമ്മ. നീ ഒന്ന് ഓർത്തോ, എന്റെ അഷിക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നിന്നെ ഞാൻ വെറുതെ വിടില്ല. വസുമതി, വിടവളെ. നിന്റെ മകള് മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് കേറിയിരിക്ക. അവിടെ അവൾക്ക് നല്ലത് വരണമെന്നുണ്ടെങ്കിൽ നീ ദുർഗയോട് മര്യാദക്ക് പെരുമാറണം. നമ്മൾ ചെയ്യുന്നതിന്റെ ഒക്കെ കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ മക്കളായിരിക്കും. അതുകൊണ്ട് തന്നെയാ ദുർഗ അനുഭവിക്കുന്നെന്ന് കൂട്ടിക്കും. ഇവരോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. അനുഭവം വരുമ്പോ പഠിച്ചോളൂ. മോള് വാ, വേഗം ചെല്ല്. വാ മോള് വാ.
നീ വാ. ആഹാ, ഫ്രഷ് ആയോ? ചേച്ചിക്ക് വീടൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ബർത്ത്ഡേക്ക് വന്നപ്പോ എല്ലാം കണ്ടതല്ലേ? അതെ, ഒരു തരത്തിൽ പറഞ്ഞ അത് നന്നായി. അല്ലെങ്കിൽ പെട്ടെന്നൊരു പുതിയ വീട്ടിലേക്ക് വന്ന് ഒന്നും അറിയാതെ പെട്ടുപോയേനെ അല്ലേ? അത് ശരിയാ. പണ്ടുള്ള ആളുകളൊക്കെ സമ്മതിക്കണം, ഒരു പ്രായം വരെ സ്വന്തം വീട്ടില് അച്ഛന്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും കെയറും സ്നേഹവും ഒക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഒന്നും അറിയാതെ ആരെ അറിയാതെ പെണ്ണുകാണലിന് മാത്രം ചെറുക്കനെ കണ്ട് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക മാത്രം ചെയ്യുന്നതിന്റെ പേരില് കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കണം. അതെ, കമ്മ്യൂണിക്കേഷന് ഒരു മൊബൈൽ പോലും ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ജനറേഷൻ ഭയങ്കര ലക്കിയ. പരസ്പരം സംസാരിക്കാനും വീടൊക്കെ വന്ന് കാണാനുള്ള അവസരം കിട്ടുന്നുണ്ടല്ലോ. എത്രയൊക്കെ അവസരം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും ഈ അറേഞ്ച് മാരേജ് എന്ന കൺസെപ്റ്റിനോട് എനിക്കൊരു താല്പര്യമില്ല. ഏതെങ്കിലും കാലത്ത് ഞാൻ കല്യാണം കഴിച്ചാൽ തന്നെ അത് ലവ് മാരേജ് ആയിരിക്കും. എന്റെ ചെറുക്കനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. ആദ്യമൊക്കെ എനിക്കും ഇത്തരം ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തോടടുത്തപ്പോ എല്ലാം മാറിപ്പോയി. എന്തിനാ അങ്ങനെ മാറ്റാൻ പോയത്? നമ്മുടെ ലൈഫ് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കാൻ. ഞാനൊരു കാര്യം ചോദിച്ചാ ചേച്ചി സത്യം പറയോ? എന്താ പല്ലവി? ചേച്ചിക്ക് ശരിക്കും പൃഥ്വിചേട്ടനെ ഇഷ്ടമായതുകൊണ്ട് തന്നെയാണോ ഈ കല്യാണത്തിന് സമ്മതിച്ചത്? അതോ വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണോ? അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എനിക്ക് പൃഥ്വി ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചേ. എന്റെ ഹസ്ബൻഡിന് ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച എല്ലാ ക്വാളിറ്റീസും പൃഥ്വിക്കുണ്ട്. ഒരാളുടെ ക്വാളിറ്റികള് ഇത്ര ചെറിയ സമയം കൊണ്ട് എങ്ങനെ മനസ്സിലാക്കുന്നത്? അതൊക്കെ പറ്റും. പിന്നെ പൂർണ്ണമായിട്ട് ആരെയും ഒരു കാലത്ത് നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. അതെ, അതിപ്പോ ലവ് മാരേജ് ആയാ പോലും. അല്ലെങ്കിൽ പിന്നെ എല്ലാ ലവ് മാരേജും സക്സസ് ആവില്ലായിരുന്നോ? അതും ശരിയാ. ഏറ്റവും ബെറ്റർ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതാ അല്ലേ? ദേ പല്ലവി, കല്യാണം കഴിച്ച അന്ന് തന്നെ എന്നെ മാരേജ് ലൈഫ് വെറുപ്പിക്കോ? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞല്ലേ. എനിക്കിവിടെ ഇപ്പഴാ എന്റെ ഏജിൽ ഒരു കൂട്ട് കിട്ടിയത്. അതിന്റെ സന്തോഷമാണെന്ന് കരുതിയാ മതി. പിന്നെ ചേച്ചിക്ക് ലൈഫില് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്റെ പൃഥ്വി ചേട്ടൻ സൂപ്പറാ. ഇതാരാണ്? ധ്വനിമോളോ? ചേച്ചി ഇങ്ങനെ വിളിച്ചാലൊന്നും അവക്ക് മനസ്സിലാവില്ല. ആക്ഷനിൽ സംസാരിക്കണം. എന്താ പല്ലവി മോളി പറയുന്നേ? എന്റെ ചേച്ചി, ഇവള് പറയുന്ന പല കാര്യങ്ങളും എനിക്കൊന്നും മനസ്സിലാവാറില്ല. ഹലോ. ഓ ഈശ്വര, എന്തീ പറയുന്നേ?